ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മൾ റെസിപ്പി എന്ന് പറയുന്നുണ്ടല്ലോ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ള ഒരു ബനാന ബണ്ണാണ്. ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ പിന്നെയും ഉണ്ടാക്കി നോക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനാവശ്യമായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് 2 ബനാന എടുത്തിട്ടുണ്ട്. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ റോബസ്റ്റ് പഴം എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 2 ഫിലിപ്പീൻ്റെ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം സ്മാഷ് ചെയ്തെടുക്കണം. ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് നമുക്ക് ഈ പഴം ഒന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ നല്ലോണം ഉടഞ്ഞ് കിട്ടിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തൈരും കൂടി ചേർത്ത് ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ശേഷം 1 ടീസ്പൂണ് നല്ല ജീരകം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ബേക്കിംഗ് പൗഡറല്ല, ബേക്കിംഗ് സോഡ. 1 പിഞ്ച് ഓഫ് സോൾട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ. ശേഷം ഞാൻ 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൽ 2 കപ്പ് മൈദയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുമ്പോൾ തന്നെ കുഴച്ച് കൊടുക്കാം. അതിന് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഇതുപോലെ നല്ലോണം കുഴച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ട് പുരട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ശേഷം നമുക്കിതൊന്ന് ക്ലിം ഫിലിമോ മറ്റോ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് 8 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. 8 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതെടുത്തിട്ട് പൂരിക്കൊക്കെ പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സമയം നമ്മൾ പരത്തുന്ന സമയത്ത് ചെറുങ്ങനെ എന്തായാലും ഇത് ഒന്ന് ഒട്ടിപ്പിടിക്കും. കാരണം ഇതിൽ ബനാന ഉള്ളതുകൊണ്ട് എന്തായാലും ഒന്ന് ഒട്ടിപ്പിടിക്കും. ആ സമയത്ത് നമ്മൾ കുറേശ്ശെയായിട്ട് മൈദ ചേർത്ത് കൊടുത്തിട്ട് വേണം പരത്തിയെടുക്കാൻ. പൂരിൻ്റെയൊക്കെ സൈസിലാണ് പരത്തിയെടുക്കേണ്ടത്. പക്ഷേ കുറച്ച് അത്യാവശ്യം വലിയ ഉരുളകളാക്കിയിട്ട് എടുക്കണം. നൈസായിട്ടല്ല പരത്തിയെടുക്കേണ്ടത്, കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. നമ്മൾ പരത്തുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് മൈദ ചേർത്ത് കൊടുത്തിട്ട് വേണം പരത്തിയെടുക്കേണ്ടത്. കുറച്ചൊരു കട്ടിയിൽ വേണം കേട്ടോ പരത്തിയെടുക്കുക. വളരെ പൂരിക്കൊക്കെ നമ്മൾ പരത്തുമ്പോൾ ഭയങ്കര നൈസായിട്ടുള്ള അതുപോലെ പരത്തിയെടുക്കരുത്. ഈ ഒരു സൈസിലായിരിക്കണം അത് പരത്തിയെടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത്. ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ ഉണ്ടാക്കാൻ തന്നെ കണ്ടല്ലോ, ഭയങ്കര ഈസിയാണിത് തയ്യാറാക്കിയെടുക്കാൻ. ഇനിയിപ്പോൾ നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ അത്യാവശ്യം പൂരിക്കൊക്കെ മുങ്ങിപ്പൊരിയാനുള്ള പോലെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. ഇതുപോലെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നല്ല ഗോൾഡൻ കളറിൽ കിട്ടും. ഇതുപോലെ ബാക്കിയൊക്കെ ഞാനൊന്നും പൊരിച്ചെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു ബനാന ബണ്ണാണ് കേട്ടത്. ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ വൈകുന്നേരത്തെ ചായൻ്റെ ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഇത് കഴിക്കാൻ പറ്റും. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് താനും. പക്ഷെ നമ്മളൊരു തവണ ഇത് ഉണ്ടാക്കി നോക്കിയാൽ നമുക്കിതിൻ്റെ ടേസ്റ്റ് പിന്നെയും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി തോന്നുന്ന ഒരു എളുപ്പമുള്ളൊരു ബനാന പൂരി അല്ലെങ്കിൽ ബനാന ബണ്ണ് എന്നൊക്കെ പറയും ഇതിന്.
ഇതിന് കറീൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഞാനിപ്പോൾ ഇതൊരു ചട്നീൻ്റെ കൂടെ സൈഡ് ഒന്ന് ചട്നി വെച്ചിട്ടാണ് ഇത് കഴിക്കുന്നത്. പക്ഷേ ഇതിന് കറീൻ്റെ ഒരു ആവശ്യമില്ല. ഇത് സാധാരണ കടലക്കറീൻ്റെ കൂടെയും ചട്നീൻ്റെ കൂടെയും നമ്മളെ ചന മസാലയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെയൊക്കെയാണ് ഇത് കഴിക്കുക. പക്ഷേ എനിക്കിത് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഇത് വെറുതെ കഴിക്കാനാണ്. നമുക്ക് വെറുതെ ചായക്കൊപ്പം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വെറുതെ എടുത്ത് കഴിക്കാനാണ്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ നല്ല നാരുകളായിട്ടാണ് ഇങ്ങനെ കിട്ടുക. നിങ്ങൾ എന്തായാലും ഇത് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കേണ്ടി. അത്രയും ഗ്യാരണ്ടി പറയണം. എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ടുമായി കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണേ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി, ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് പറയേണ്ടി. അപ്പം ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം.